ഹായ്, പ്ലസ് വണ്ണിലെ ഫോക്കസ് ഏരിയ കെമിസ്ട്രി ക്ലാസ്സുകൾ ഓൾറെഡി കുറെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിലെ 3 ഫോക്കസ് ഏരിയ ഓൾറെഡി നമ്മൾ ക്ലിയർ ചെയ്തു. 4ാമത്തെ ഫോക്കസ് ഏരിയയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതാണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ. സോ ബോർ ആറ്റം മോഡൽ അല്പം ബോറിംഗ് ആണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഫോർമുലകളൊക്കെ എക്സ്ട്രാ കയറി വരുന്ന ഒരു മോഡലാണ്. കാര്യം നമ്മൾ ഇതുവരെ പഠിച്ച മോഡലുകളിലൊന്നും തന്നെ ഫോർമുല കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഫോർമുലയുടെ അയ്യര് കളിയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഫോർമുലകളൊക്കെ ഉണ്ട്. സോ എനിവേ, അങ്ങനെയുള്ള ഒരു ആറ്റം മോഡലാണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ 2 രീതിയിൽ പഠിക്കാം. ഒന്ന്, ഒരു NCERT-യിൽ തന്നെ തന്നിരിക്കുന്നത് പോലെ നമ്മുടെ 4 പോയിന്റ്സ് ആയിട്ട് നമുക്ക് അതിനെ പഠിച്ചെടുക്കാം. പിന്നെ അതിൽ തന്നെ കുറച്ചുകൂടി ഇലോബറേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ഒരു 4 പോയിന്റ് കൂടി, 4 വേണമെങ്കിൽ 3 പോയിന്റ്സ് ഒക്കെ കൂടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക്, നിങ്ങളുടെ മനോധർമ്മം പോലെ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഒന്നുകിൽ അത് ആ 4 പോയിന്റ്സിനകത്ത് നിർത്താം, ഇല്ല എങ്കിൽ ആ 3 പോയിന്റ്സ് കൂടി ചേർത്ത് കുറച്ചുകൂടി ഇലോബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. മാർക്കിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിനെ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം മെയിൻ ആയിട്ടുള്ള 4 പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബോർ ആറ്റം മോഡലിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ബോർ ആറ്റം മോഡലിൽ പഠിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർത്തിരിക്കണം. റുദർഫോർഡ് ആറ്റം മോഡലിന്റെ ഒരു വലിയ ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതായത് റുദർഫോർഡ് ആറ്റം മോഡലിൽ പറയുന്നത് ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു മാക്സ്വെല്ലിന്റെ തിയറിയൊക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റഡ് മോഷനിലാണെങ്കിൽ അതിങ്ങനെ ചാർജ് നഷ്ടപ്പെട്ട് അവസാനം അതിന്റെ സെന്ററിൽ വന്ന് വീഴും. അങ്ങനെ ന്യൂക്ലിയസിൽ വന്ന് ആര് വീഴണം? ഇലക്ട്രോൺ വന്ന് വീഴണം. എങ്കിൽ പിന്നെ ആറ്റം തന്നെ നശിക്കുകയാണ് അവിടെ. പക്ഷെ അങ്ങനെ പ്രോസസ് നടക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ റുദർഫോർഡ് വായും പൊളിച്ചിരുന്നു. റുദർഫോർഡിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല. സോ റുദർഫോർഡ് ആറ്റം മോഡലിന്റെ വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു അത്. പക്ഷെ ആ ഡ്രോബാക്ക് ആണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ ആദ്യം തന്നെ പരിഹരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു പർട്ടിക്കുലർ പാത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, സർക്കുലർ പാത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പാത്തുകൾ എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടുള്ള കുറെ പാത്തുകൾ ഉണ്ട്, സർക്കുലർ പാത്ത് ഉണ്ട്. ആ സർക്കുലർ പാത്തിലാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പാത്തുകൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എനർജിയും കാണും, ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേഡിയസും കാണും. ഇതാണ് അയാൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്. സോ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഫിക്സഡ് എനർജി ഉള്ള, ഫിക്സഡ് റേഡിയസ് ഉള്ള പാത്തിൽ കൂടിയാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റും. ആ റിവോൾവ് ചെയ്യുന്ന പാത്തിന് നമ്മൾ ഓർബിറ്റ് എന്നല്ലേ പേരിട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ 2 പേരൂടി എക്സ്ട്രാ കൊടുത്തു. ഒന്ന് സ്റ്റേഷനറി ലെവൽ ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നും, അല്ലെങ്കിൽ അലൗഡ് എനർജി സ്റ്റേറ്റ് എന്നും വിളിക്കാം, എനർജി ലെവൽ എന്നും വിളിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോ അങ്ങനെ ആ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എനർജി ലെവലിൽ കിടന്ന് കറങ്ങുന്ന ആൾക്കാരാണ് ഇലക്ട്രോൺസ്. ഇപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ എ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ് ഓർ എനർജി ലെവൽസ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ് വിച്ച് ഈസ് ഹാവിംഗ് ഫിക്സഡ് എനർജി ആൻഡ് ഫിക്സഡ് റേഡിയസ്. അപ്പൊ ഇതാണ് അയാളുടെ ഫസ്റ്റത്തെ പോയിന്റ്. ഇനി എനർജി നഷ്ടപ്പെട്ടു എന്ന് വീണം എന്നതാണല്ലോ മാക്സ്വെൽ ചോദിച്ചത്. എന്താ നടക്കാത്തതെന്ന് റുദർഫോർഡിന്റെ അടുത്ത്. അപ്പോ ഇവിടെ നമ്മുടെ ബോർ പറഞ്ഞത് ഈ കിടന്ന് കറങ്ങുന്ന ഫിക്സഡ് പാത്ത് ഉണ്ടല്ലോ, ആ പാത്തിൽ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ഒരിക്കലും നഷ്ടമാകില്ല. അതാണ് ആ പാത്തിന്റെ പ്രത്യേകത. സോ ആ പാത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന ആളുടെ എനർജി ടൈമിനനുസരിച്ച് ചേഞ്ച് ആവില്ല, എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ആ ഫിക്സഡ് ആയിട്ട് കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി നഷ്ടമായാലല്ലേ ന്യൂക്ലിയസിന്റെ മണ്ടയ്ക്കൊന്ന് വീഴേണ്ട കാര്യമുള്ളൂ. നഷ്ടമാവുന്നില്ല, പോരേ പ്രശ്നം. പിന്നെ അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ, ഇതിനെ നമ്മൾ ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഇയാൾക്ക് വേണമെങ്കിൽ ഈ ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോവാൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള എനർജി അയാൾ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. അങ്ങനെ എനർജി അബ്സോർബ് ചെയ്ത് അയാൾക്ക് വേണമെങ്കിൽ മുകളിലോട്ട് ചാടിക്കയറാം. നമ്മൾ അതിനെ എക്സൈറ്റേഷൻ എന്ന് വിളിക്കും. സോ അങ്ങനെ എനർജി അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാറുണ്ട്? ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ചാടിക്കളിക്കാറുണ്ട്. സോ അവർ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ചാടാം. ഇനി ചിലപ്പോൾ ഹയർ ലെവലിൽ ഇരിക്കുന്ന ഒരാൾക്ക് തോന്നുന്നുണ്ട് പഴയ ലെവൽ തന്നെ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് ലോവർ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാം. പക്ഷെ അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ആ അബ്സോർബ് ചെയ്ത എനർജി റിലീസ് ചെയ്യണം. അങ്ങനെ എനർജി റിലീസ് ചെയ്തുകൊണ്ട് അവർ തിരിച്ച് ലോവർ സ്റ്റേറ്റിലേക്ക് വരാറുമുണ്ട്. അപ്പോ എനർജി അബ്സോർബ് ചെയ്ത ഇലക്ട്രോൺസ് ഹയർ സ്റ്റേറ്റിലേക്ക് പോകും.
ഹയർ സ്റ്റേറ്റിൽ നിന്ന് എനർജി റിലീസ് ചെയ്തുകൊണ്ട് തിരിച്ച് ലോവർ സ്റ്റേറ്റിലേക്കും വരാറുണ്ട്. ഇത് ആക്ച്വലി ആ ഹൈഡ്രജൻ സ്പെക്ട്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ബോർ എടുത്തിട്ട പോയിന്റ് ആണിത്. അങ്ങനെ വരുമ്പോൾ ആ സ്പെക്ട്രം കൂടി എക്സ്പ്ലനേഷൻ ആയല്ലോ. ഇങ്ങനെയാണ് സ്പെക്ട്രം ഉണ്ടാകുന്നതെന്ന് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും ബോർ ആറ്റം മോഡൽ വഴി. അപ്പോ രണ്ടാമത്തെ പോയിന്റ് അയാൾ പറഞ്ഞത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്തിൽ ആ ഇലക്ട്രോൺസിന്റെ എനർജി ടൈമിനനുസരിച്ച് ചേഞ്ച് ആകില്ല. എനർജി അബ്സോർബ് ചെയ്ത് ലോവർ സ്റ്റേറ്റിൽ നിന്ന് അതിന് ഹയർ സ്റ്റേറ്റിലേക്ക് പോകാം. ഹയർ സ്റ്റേറ്റിൽ നിന്ന് എനർജി റിലീസ് ചെയ്ത് ലോവർ സ്റ്റേറ്റിലേക്ക് തിരിച്ചും വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബോർ ആറ്റം മോഡലിന്റെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. മൂന്നാമത്തെ പോയിന്റ് ഇതിനെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പോയിന്റ് ആണ്. അതായത് ഇപ്പൊ സപ്പോസ് 300 ജൂൾ എനർജി ലെവലിൽ നിന്നും ഒരു 100 ജൂൾ എനർജി ലെവലിലേക്കാണ് ഇത് ചാട്ടം ചാടിയെന്ന് വിചാരിച്ചു. അപ്പോ 300 എന്ന് പറയുന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും 100 എന്ന് പറയുന്ന ലോവർ എനർജി സ്റ്റേറ്റിലേക്കാണ് ചാടിയത് എന്ന് വിചാരിച്ചു. എങ്കിൽ റിലീസ് ചെയ്ത എനർജി എത്രയായിരിക്കുമെന്ന് അറിയാമോ? വളരെ സിമ്പിൾ. കാരണം എവിടെ നിന്നാ ചാടിയത്? 300-ൽ നിന്നല്ലേ. ദാറ്റ് ഈസ് ടേക്കൺ ആസ് E1. എങ്ങോട്ടാ ചാടിയത്? 100-ലേക്കല്ലേ. ദാറ്റ് ഈസ് E2. സോ യു ക്യാൻ ടേക്ക് E1 മൈനസ് E2. ഓർ നിങ്ങൾക്ക് ഇതിനെ E1 എന്നും ഇതിനെ E2 എന്ന് എടുത്താൽ E2 മൈനസ് E1. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നമ്മളവിടെ ഓർത്തിരിക്കേണ്ടത് ആ രണ്ടുപേർക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 300-ൽ നിന്ന് 100-ലേക്ക് ചാടുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, ആ റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 200 ജൂൾസ്. ആ ഡിഫറൻസിന്, ആ ചാടിയ ചാട്ടങ്ങളുടെ, അതായത് ആ ലെവലുകളുടെ ഡിഫറൻസ് ആയിരിക്കും എനർജി ആയിട്ട് അവിടെ റിലീസ് ചെയ്യുന്നത്. ആ എനർജിയാണ് റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത്. അപ്പൊ റേഡിയേഷന്റെ എനർജി ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് E1 മൈനസ് E2. E1 മൈനസ് E2 ഞാൻ എടുക്കാൻ കാര്യം, ഞാൻ ഇതിനെ E1 എന്നും ഇതിനെ E2 എന്നും. പക്ഷെ NCERT ടെക്സ്റ്റില് ഈ ലെവലില് E2 എന്നും ഈ ടെക്സ്റ്റില് ഇതിനെ E1 എന്നുമാണ് എടുത്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? E2 മൈനസ് E1 എന്ന് എഴുതിയാൽ മതി. നമുക്ക് കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി കിട്ടിയാൽ മതി. സോ E2 മൈനസ് E1, അതായത് ഹയർ സ്റ്റേറ്റ് മൈനസ് ലോവർ സ്റ്റേറ്റ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ ഇത്? അപ്പൊ E2 മൈനസ് E1. സാധാരണ എനർജി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? hν. സോ hν is equal to E2 മൈനസ് E1. അപ്പൊ നമ്മൾ ന്യൂ ഫ്രീക്വൻസി, ആ പുറത്തേക്ക് വന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? ന്യൂ ഇസ് ഈക്വൽ ടു E2 മൈനസ് E1 ബൈ h. ആ ഹെച്ചിനെ താഴേക്ക് കൊണ്ടുവന്നാൽ പോലെ h ഇവിടെ മൾട്ടിപ്ലൈ ആയിരിക്കും കേട്ടോ, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ. സോ ഫ്രീക്വൻസി ഓഫ് ദി റിലീസ്ഡ് റേഡിയേഷൻ, ആ റേഡിയേഷന്റെ എനർജി റിലീസ് ചെയ്തിരിക്കുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് എനർജി, ആ സ്റ്റേറ്റുകളുടെ ഡിഫറൻസ് ഓഫ് എനർജി ഡിവൈഡഡ് ബൈ h ആയിരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ ബോർ ഫ്രീക്വൻസി ഇക്വേഷൻ എന്ന് പറയുന്നത്. ബോർ ഫ്രീക്വൻസി ഇക്വേഷൻ, ഈ ഇക്വേഷനാണ് ബോർ ഫ്രീക്വൻസി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നമ്മുടെ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ചാടുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് it is directly proportional to, or it is related to the difference in energy of the levels. ആ എനർജി ലെവൽസിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇക്വേഷൻ എന്താ? ന്യൂ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ബൈ h. ആൻഡ് ഈ ഇക്വേഷൻ അറിയപ്പെടുന്ന പേരാണ് ബോർ ഫ്രീക്വൻസി ഇക്വേഷൻ. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, നാലാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നാലാമത്തെ പോയിന്റ് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ ഒരു പ്രത്യേകതരം വഴി കൂടി മാത്രമേ ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യാറുള്ളൂ. ആ പ്രത്യേകതരം വഴിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആംഗുലാർ മൊമെന്റം കാണും. ആ പർട്ടിക്കുലർ ആംഗുലാർ മൊമെന്റത്തിൽ കിടന്നായിരിക്കും ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് പാർട്ടിക്കിളിനാണല്ലോ ആംഗുലാർ മൊമെന്റം ഉള്ളത്. ആ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2π ഒന്നുകിൽ h/2π ആയിരിക്കും, അല്ലെങ്കിൽ 2 into h/2π ആയിരിക്കും, അല്ലെങ്കിൽ 3 into h/2π ആയിരിക്കും, അല്ലെങ്കിൽ 4 into h/2π ആയിരിക്കും. സോ യു ക്യാൻ സേ n into h/2π. സോ ആംഗുലാർ മൊമെന്റം, ഈ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2π ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. n into എന്ന് എഴുതി കഴിഞ്ഞാൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് 1 into 2 into 3 into 4 into അങ്ങനെ. സോ ഓരോ ഇലക്ട്രോണിന്റെയും ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് h/2π into n. നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് കൂടി എടുത്തു വെക്കുക. ഞാൻ ആ ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നോട്ട്സ് ഒന്നും ഇനി പ്രിപ്പയർ ചെയ്യാൻ നിൽക്കണ്ട. ആ ടെക്സ്റ്റിലെ പോയിന്റ്സ് അങ്ങ് അണ്ടർലൈൻ ചെയ്ത് വിട്ടാൽ മതി.
ഇറ്റ് ഈസ് ദ നോട്ട്സ്. ടെക്സ്റ്റിൽ നിന്ന് പഠിക്കാം നിങ്ങൾക്ക്. ആ ടെക്സ്റ്റ് അതേ ഓർഡറിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പം വരും. പലരും ചോദിക്കാറുണ്ട് നോട്ട് എവിടെ, നോട്ട് എവിടെ. നോട്ട് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഉണ്ടെന്നേ, നിങ്ങളന്ന് വരച്ചിട്ടാൽ മാത്രം മതി. നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ റെഡിമെയ്ഡ് ക്യാപ്സ്യൂളായിട്ട് കഴിച്ച് ശീലമായതുകൊണ്ടാണ്. നിങ്ങൾ സ്വയം നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. എന്ത് മനോഹരം എന്നറിയാമോ പഠിക്കാനൊക്കെ. അത് നല്ല രസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അപ്പോ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2πയുടെ n ടൈംസ്, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോ ആംഗുലാർ മൊമെന്റം എങ്ങനെ കണ്ടെത്തുന്നത്? മാസ് ഇൻറ്റു വെലോസിറ്റി റേഡിയസ്, mvr. സോ mvr is equal to nh/2π. So angular momentum of the revolving electron is an integral multiple of h/2π. അപ്പൊ ഇതാണ് അയാളുടെ നാലാമത്തെ പോസ്റ്റ്ലേറ്റ്സ്. അപ്പൊ മെയിൻ ആയിട്ട് ഈ 4 പോസ്റ്റ്ലേറ്റ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുമ്പോൾ അതിന്റെ കറങ്ങുന്ന ഇലക്ട്രോണുകൾ കറങ്ങുന്ന ആ വഴിയിലുള്ള എനർജിയും റേഡിയസും ഫിക്സഡ് ആയിരിക്കും. ആ പാത്തിന് അയാൾ ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ് ഓർ എനർജി ലെവൽ, ഫിക്സഡ് എനർജി ഓർ അലൗഡ് എനർജി ലെവൽ, പിന്നെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നും പേര് കൊടുത്തു. പിന്നെ അയാൾ പറഞ്ഞത് ആ സ്റ്റേറ്റിൽ കിടന്ന് കറങ്ങുമ്പോൾ അതിന്റെ എനർജി ടൈമിനനുസരിച്ച് ചേഞ്ച് ആവില്ല. എനർജി അബ്സോർബ് ചെയ്ത് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോകാം, എനർജി റിലീസ് ചെയ്ത് ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്കും വരാം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് അയാൾ പറഞ്ഞത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ചാട്ടം ചാടുന്ന സമയത്ത്, എക്സൈറ്റ് ചെയ്ത് ഡീഎക്സൈറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ റേഡിയേഷൻ റിലീസ് ചെയ്യും. ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിന്റെ എനർജി ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ്. അവിടെ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അത്? ന്യൂ ഇസ് ഈക്വൽ ടു E2 - E1/h. ആ ഇക്വേഷന്റെ പേര് നമ്മൾ ഇട്ടു, ബോർ ഫ്രീക്വൻസി ഇക്വേഷൻ എന്ന്. അത് കഴിഞ്ഞിട്ട് അയാളുടെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അങ്ങനെ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്താ ഇക്വേഷൻ? mvr is equal to nh/2π. ക്ലിയർ ആണോ ഇത്? അപ്പൊ ഇതാണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ കുറച്ചുകൂടി അയാൾ വിശദീകരിച്ച് കുറച്ചുകൂടി പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 4 പോയിന്റ്സ് എഴുതി നിർത്താം ബോർ ആറ്റം മോഡൽ. പക്ഷെ കുറച്ചുകൂടി ഫോർമുലകൾ വരുന്ന കുറച്ചുകൂടി സെക്ഷൻസ് നമ്മുടെ NCERT ആയിട്ട് പറയുന്നുണ്ട്. സോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു തരാം. അപ്പോ അതിൽ ആദ്യത്തെ പോയിന്റ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫസ്റ്റ് ഓരോ എനർജി ലെവൽസ് ഉണ്ടല്ലോ, ഈ എനർജി ലെവൽ നോക്കൂ. ദിസ് ഈസ് ന്യൂക്ലിയസ്, ദിസ് ഈസ് എ ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ, തേർഡ് എനർജി ലെവൽ, അങ്ങനെ. ദിസ് ഈസ് n is equal to 1, n is equal to 2, this is n is equal to 3. അപ്പൊ ഓരോ ലെവൽ, അതായത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെ. ആദ്യത്തെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഫസ്റ്റ് ഷെല്ലുകളാണ് ഇതൊക്കെ. സോ ആ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് ആണ് 1, 2, 3 അങ്ങനെ മുന്നോട്ട് പോകും. അത് ഓരോ സർക്കിള് പോലെ ഇരിക്കും. അപ്പൊ ഒരു സർക്കിൾ ആണെങ്കിൽ അതിനൊരു റേഡിയസ് കാണും അല്ലെ. സോ ഓരോ സർക്കിളിന്റെയും റേഡിയസ് കണ്ടുപിടിക്കും, ഓരോ ഷെല്ലിന്റെയും റേഡിയസ് കാണാനായിട്ട് there is a formula. സോ ആ ഫോർമുല ഇങ്ങനെയാണ്: Rn is equal to n² A0. Rn എന്ന് വെച്ചാല് nth ഷെല്ലിന്റെ, അപ്പൊ ഒന്നാമത്തെ ആകാം R1, രണ്ടാമത്തെ ഷെല്ലിന്റെ ആണെങ്കിൽ R2, മൂന്നാമത്തെ ഷെല്ലിന്റെ ആണെങ്കിൽ R3. അപ്പൊ എത്രാമത്തെ ഷെല്ലിന്റെ ആണോ അതാണ് Rn എന്ന് പറയുന്നത്. സോ ഏത് ഷെല്ലിന്റെ ആണോ അതിന്റെ റേഡിയസ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല Rn is equal to n² A0. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് മൂന്നാമത്തെ ഷെല്ലിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോർമുല എഴുതും: R3 is equal to 3, തേർഡ് ഷെല്ലല്ലേ, അപ്പൊ 3² into A0. 3² എന്ന് പറയുന്നത് 9 into A0. ആരായി A0 എന്ന് പറയുന്നത്? A0 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അതിന്റെ വാല്യൂ 52.9 പൈക്കോമീറ്റർ ആണ്. A0യുടെ വാല്യൂ 52.9 പൈക്കോമീറ്റർ. പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, 10⁻⁻12. സോ 52.9 പൈക്കോമീറ്റർ ആണ് A0 എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നാമത്തെ ഷെല്ലിന്റെ റേഡിയസ് ഒന്ന് കണ്ടുപിടിക്കാം. നോക്കാം നമുക്ക്. അപ്പൊ R1 ഞാൻ കണ്ടുപിടിക്കാണേ. R1 എങ്ങനെ കണ്ടുപിടിക്കും? n², എത്രാമത്തെയാണ്? ഒന്നാമത്തെ അല്ലേ. അപ്പൊ 1² ഇൻറ്റു A0യുടെ വാല്യൂ എത്ര? 52.9 പൈക്കോമീറ്റർ. അപ്പൊ എന്ത് വരും? 1² എന്ന് പറയുന്നത് 1 into 52.9. സോ ദ ആൻസർ വിൽ ബി 52.9 പൈക്കോമീറ്റർ. ഇതാണ് ഒന്നാമത്തെ ഷെല്ലിന്റെ റേഡിയസ്. ഒന്നാമത്തെ ഷെല്ലിന്റെ ഈ റേഡിയസിന് അറിയപ്പെടുന്ന ഒരു പേര് കൂടിയുണ്ട്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ബോർ റേഡിയസ്. ഓക്കെ, ഇതിന് അറിയപ്പെടുന്ന പേരാണ് ബോർ റേഡിയസ്. അപ്പൊ ബോർ റേഡിയസ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 52.9 പൈക്കോമീറ്റർ. അത് ആരുടെ റേഡിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഒന്നാമത്തെ ഷെല്ലിന്റെ റേഡിയസ്. അതിനറിയപ്പെടുന്ന പേരാണ് ബോർ റേഡിയസ്.
ക്ലിയർ ആണല്ലോ. ഇതാണ് അയാളുടെ എക്സ്ട്രാ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ്സ്. ഒന്ന്, ആ ഷെല്ലുകൾക്ക് അയാൾ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഷെല്ലുകൾ ഉണ്ടല്ലോ, അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്തെന്ന് പറയാം, റേഡിയസ് കാണുന്ന ഫോർമുല. എന്താ ഫോർമുല? Rn is equal to n square A0. What is A0? 52.9 picometer. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ തന്നെ ആ 52.9 picometer റേഡിയസിനെ വിളിക്കുന്ന പേര്, ഒന്നാമത്തെ ഷെല്ലിന്റെ റേഡിയസ് അല്ലെ, അതിനെ വിളിക്കുന്ന പേരാണ് ബോർ റേഡിയസ്. ഇനി ഓരോ ഷെല്ലിനും ഫിക്സഡ് ആയിട്ടുള്ള റേഡിയസും ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള എനർജിയും ഉണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. സോ ആ ഫിക്സഡ് ആയിട്ടുള്ള എനർജി നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതിനും ഒരു ഫോർമുലയുണ്ട്. En is equal to minus RH into 1 by n square. Minus RH into 1 by n square. So what is RH? RH അപ്പോൾ nth ഷെല്ലിലെ എനർജി കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ഷെല്ലിലെ, രണ്ടാമത്തെ ഷെല്ലിലെ, മൂന്നാമത്തെ ഷെല്ലിലെ, അതാണ് n എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഷെല്ലിലെയും എനർജി കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് മൈനസ് RH into 1 by n square. RH എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ, RHന്റെ വാല്യൂ, റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 2.18 into 10 raised to minus 18 ജൂൾ ആണ്. 2.18 into 10 raised to minus 18 ജൂൾ ആണ് റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. സോ റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് വിളിക്കാം, ഓരോ ഷെല്ലിലെയും എനർജി കണ്ടെത്താം. ഉദാഹരണത്തിന് ഒന്നാമത്തെ ഷെല്ലിലെ എനർജി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ E1 is equal to minus 2.18 into 10 raised to minus 18 into 1 by 1 square. രണ്ടാമത്തെ ആയിരുന്നെങ്കിൽ 1 by 2 square, മൂന്നാമത്തെ ആണെങ്കിൽ 1 by 3 square. അങ്ങനെ അങ്ങനെ കണ്ടുപിടിച്ചെടുക്കാം. സോ ഇതാണ് ഓരോന്നിന്റെ ഷെല്ലിന്റെ എനർജി കാണാനായിട്ട് നമ്മുടെ ബോർ ആറ്റം മോഡലിൽ കൊണ്ടുവന്നത്. പക്ഷെ ഇതിനൊരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ബോർ ആറ്റം മോഡൽ മുഴുവൻ കോൺസെൻട്രേഷനിലും ഹൈഡ്രജനിലായിരുന്നു. എന്തോ പുള്ളിക്കാരന് ഹൈഡ്രജൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മേ ബി ഹൈഡ്രജൻ സ്പെക്ട്രം ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. സോ ഹൈഡ്രജൻ ആയിരുന്നു പുള്ളിക്കാരൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ആ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 1. ആ 1 ആണ് ദാ ഈ കിടക്കുന്ന 1. ക്ലിയർ ആയോ? അപ്പൊ അറ്റോമിക് നമ്പർ എന്ന ടേം ആണ് ആക്ച്വലി ഇവിടെ വരേണ്ടിയിരുന്നത്. അതിന് പകരമാണ് അയാൾ 1 എന്ന് കൊടുത്തത്. അപ്പോ ഹൈഡ്രജൻ അല്ലാത്ത ആറ്റംസിനാണെങ്കിൽ നമ്മൾ എങ്ങനെ ഈ ഫോർമുല ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ, അത് ബോർ അല്ല, അതിനുശേഷം പിന്നീട് കണ്ടെത്തപ്പെടുകയും പിന്നീട് ബോർ കൂടി ചേർന്ന് അതിനെ അംഗീകരിക്കുകയും ചെയ്ത ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് En is equal to minus RH into Z square by n square. Z എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ. അപ്പോ ആ അറ്റോമിക് നമ്പർ ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുത്തേ, 1 സ്ക്വയർ 1 എന്ന് വന്നോളൂ. ഹീലിയം ആണെങ്കിലോ 2 എന്ന് കൊടുക്കണം, ലിഥിയം ആണെങ്കിലോ 3 എന്ന് കൊടുക്കണം. അങ്ങനെ ഓരോ എലമെന്റിന്റെയും അറ്റോമിക് നമ്പർ എത്രയാണോ അത് കൂടി നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമുല ഏത് ആറ്റത്തിനും ഉപയോഗിക്കാം. മറ്റേതാണെങ്കിൽ ഈ ഫോർമുല ഹൈഡ്രജന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഈ ഫോർമുല ആണെങ്കിൽ ഏത് ആറ്റത്തിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടി നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ ബോർ ആറ്റം മോഡൽ കുറച്ചുകൂടി നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ 4 പോയിന്റ്സ് വെച്ചിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലോണം പഠിക്കുക. ഇനിയും ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പതുക്കെ പതുക്കെ നമുക്ക് പഠിച്ചു പയ്യെ തിന്നാ പനയും തിന്നാന്നാണ്. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും പറ്റാതെ ആകുന്നത്. അപ്പൊ പതുക്കെ പതുക്കെ പഠിച്ചു ഒപ്പം +2 പഠിക്കാൻ മറക്കരുത്. +2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. +2ന്റെ ട്യൂഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. ലൈവ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളാണ്. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകും. മനോഹരമായിട്ട് ക്ലാസ് ഇപ്പൊ തുടങ്ങി നല്ല രസമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കും ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാം. ഒരു സബ്ജക്റ്റിന് ഒരു വർഷത്തേക്ക് 2000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ എൻട്രൻസ് ക്ലാസ്സുകൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിലും ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്യുക. വിളിച്ച ചിലപ്പോൾ കിട്ടില്ല, കാരണം ക്ലാസ് ടൈം ഒക്കെ ആണെങ്കിൽ. അതുകൊണ്ട് വാട്സ്ആപ്പ് ചെയ്യുക. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.